നമസ്കാരം. മാരുതി സുസുക്കിയുടെ ഒന്നാം സ്ഥാനത്തിന് അടുത്ത കാലത്തൊന്നും ഇളക്കം തട്ടാൻ സാധ്യതയില്ല. 2025 ജനുവരി മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വന്നപ്പോഴും 2,12,000 യൂണിറ്റ് വിൽപ്പനയുമായി മാരുതി സുസുക്കി എതിരാളികളെക്കാളും ബഹുദൂരം മുന്നിലാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ 2-3 സ്ഥാനങ്ങൾക്കാണ് കടിപിടി നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദക്ഷിണ കൊറിയൻ കാർ കമ്പനിയായ ഹ്യുണ്ടയാണ് മാരുതി സുസുക്കി പിന്നിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാർ നിർമ്മാതാക്കളായി ഉണ്ടായിരുന്നത്. അടുത്തിടെ കൂടുതൽ കാറുകൾ വിറ്റഴിച്ചുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് ഹ്യുണ്ടായിക്ക് വെല്ലുവിളി സൃഷ്ടിക്കുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2ാം സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. 2024 ഡിസംബർ മാസത്തിൽ പോലും ടാറ്റ മോട്ടോഴ്സ് ഹ്യുണ്ടായിയെ മറികടന്ന 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. എന്നാൽ 2025 ജനുവരിയിൽ കാർ വിൽപ്പനയിൽ നേരിയ ഇടിവ് നേരിട്ട ടാറ്റയ്ക്ക് 2ാം സ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല 3ാം സ്ഥാനവും നഷ്ടമായി. മഹീന്ദ്രയാണ് ടാറ്റയെ തോൽപ്പിച്ച് ജനുവരിയിൽ 3ാം സ്ഥാനം നേടിയത്. ജനുവരിയിൽ മഹീന്ദ്ര ആകെ 50,659 കാറുകൾ വിറ്റു. ഇക്കഴിഞ്ഞ ഉത്സവകാലത്താണ് ഇതിനു മുൻപ് മഹീന്ദ്ര ഒരു മാസം 50,000 കാറുകൾ വിറ്റത്. 2024 ഡിസംബർ അവസാന മാസത്തിൽ 41,424 കാറുകളും 2024 ജനുവരിയിൽ 43,068 കാറുകളും മാത്രമാണ് മഹീന്ദ്ര വിറ്റത്. 2024 ജനുവരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളർച്ച 18%. അടുത്തിടെ പുറത്തിറക്കിയ മഹീന്ദ്ര BE6 XEV9e ഇലക്ട്രിക് കാറുകളുടെ ഡെലിവറികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. 2024 ഡിസംബറിൽ 2ാം സ്ഥാനത്തായിരുന്ന ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കഴിഞ്ഞ മാസം ടാറ്റ 48,316 കാറുകളാണ് വിറ്റത്. 2024 ജനുവരിയെ അപേക്ഷിച്ച വിൽപ്പനയിൽ 11% ഇടിവ് നേരിട്ടു. 2,600 കാറുകളുടെ മാർജിനിലാണ് മഹീന്ദ്ര ടാറ്റയെ പിന്നിലാക്കിയത്. ആഭ്യന്തര വിപണിയിൽ 48,076 കാറുകളാണ് ടാറ്റ വിറ്റത്. കയറ്റുമതി മുൻവർഷത്തെ 400 യൂണിറ്റിൽ നിന്ന് 240 യൂണിറ്റായി കുറയുകയും ചെയ്തു. അതേസമയം ഹ്യുണ്ടൈ ജനുവരിയിൽ വിൽപ്പന വളർച്ച നേടിയിട്ടുണ്ട്. പോയ മാസം മൊത്തം 65,603 കാറുകൾ വിൽപ്പന നടത്തിയ ഹ്യുണ്ടൈക്ക് ഇന്ത്യയിൽ 54,003 പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുകയും ചെയ്തു. 11,600 കാറുകൾ വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു. 18,522 യൂണിറ്റ് വിൽപ്പനയുമായി ക്രെറ്റ മിഡ് സൈസ് SUV ആണ് ഹ്യുണ്ടൈയുടെ ബെസ്റ്റ് സെല്ലറായി മാറിയത്. ഇലക്ട്രിക് പതിപ്പ് കൂടി വരുന്നതോടെ ക്രെറ്റ ബ്രാൻഡിന്റെ ജനപ്രതിനിധി ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 4 കാർ കമ്പനികൾക്കും കഴിഞ്ഞ 2025 ജനുവരി മാസത്തിൽ മികച്ച വിൽപ്പന ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കൂട്ടത്തിൽ മഹീന്ദ്ര തന്നെയാണ് കാര്യമായ നേട്ടമുണ്ടാക്കിയത്. മാരുതി, ഹ്യുണ്ടൈ, അതുപോലെ തന്നെ മഹീന്ദ്ര, ടാറ്റ എന്നീ ബ്രാൻഡുകളുടെ എല്ലാം ഇലക്ട്രിക് കാർ മോഡലുകൾ വരും മാസങ്ങളിൽ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഈ കാറുകൾ ബ്രാൻഡുകൾക്ക് മാത്രമല്ല EV സെഗ്മെന്റിന് തന്നെ മൊത്തത്തിൽ കരുത്ത് പകരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.